BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. യാത്രക്കാരനോട് ഇരട്ടി നിരക്ക് വാങ്ങാൻ ശ്രമിക്കുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്തെന്ന പരാതിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇടപ്പള്ളി ചുറ്റുപാടുകര സ്വദേശി NA മാർട്ടിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 4000 രൂപ പിഴയും ഈടാക്കി. ബോധവൽക്കരണ ക്ലാസ്സിലും പങ്കെടുക്കണം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിന് സമീപത്ത് നിന്ന് ഓട്ടോ വിളിച്ച പാലക്കാട് സ്വദേശിനിയാണ് പരാതിക്കാരൻ. 40 രൂപ നിരക്ക് പറഞ്ഞ ഓട്ടോ ഡ്രൈവർ യാത്രക്കാരന്റെ കൈവശം വലിയ പെട്ടി ഉണ്ടെന്നറിഞ്ഞപ്പോൾ 70 രൂപ വേണമെന്ന് പറഞ്ഞ് തർക്കിച്ച് ഓട്ടം പോകാൻ തയ്യാറായില്ല. മറ്റൊരു ഓട്ടോയിൽ 40 രൂപയ്ക്ക് യാത്രക്കാരൻ പോവുകയും ചെയ്തു. പരാതി ലഭിച്ചതിനെ തുടർന്ന് RTO TM ജേഴ്സന്റെ അന്വേഷണത്തിൽ പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. കോട്ടുവള്ളി കൈതാരം വട്ടത്തിപ്പാടം അരുൺലാൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭാര്യ ആതിരയ്ക്കെതിരെ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു. ഭാര്യ വീട് വിട്ടു പോയതിനെ തുടർന്ന് കഴിഞ്ഞ 4-നാണ് അരുൺലാലിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടത്. ഇവരുടെ 9ഉം 2.5 വയസ്സുള്ള പെൺമക്കളെ അരുൺലാലിനെ ഏൽപ്പിച്ച ശേഷമാണ് ആതിര കടന്നു കളഞ്ഞത്. അരുൺലാലിന്റെ മരണശേഷം കുട്ടികളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള അമ്മ അതിന് തയ്യാറായില്ലെന്ന് കാണിച്ച് ആതിരയുടെ മാതാവ് നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. അധ്യാപികയായ ആതിരയും കൃഷ്ണകുമാർ എന്നയാളുമായുള്ള ബന്ധത്തെ തുടർന്നാണ് അരുൺലാലും ആതിരയും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. ഇരു വീട്ടുകാരും തമ്മിൽ പലവട്ടം ചർച്ച നടത്തിയെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ ആതിര തയ്യാറാകാതെ വന്നതോടെ അരുൺലാൽ പോലീസിൽ പരാതി നൽകി. ഇതിലും കാര്യങ്ങൾ തീരുമാനമായില്ല. തുടർന്നാണ് അരുൺലാൽ ആത്മഹത്യ ചെയ്തത്. അറസ്റ്റിലായ കൃഷ്ണകുമാർ റിമാൻഡിലാണ്. പരീക്ഷണയോട്ടം വിജയകരമായതോടെ മെട്രോ നഗരയിലെ നിരത്തുകൾ ഇനി ബസ്സുകൾ കൈയടക്കും. വിവിധ മെട്രോ സ്റ്റേഷനുകളിൽ നിന്നുള്ള മെട്രോ കണക്ട് ഇലക്ട്രിക് ബസ് സർവീസ് അടുത്ത ആഴ്ച ആരംഭിക്കും. ആലുവ ഇന്റർനാഷണൽ എയർപോർട്ട്, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, ഹൈക്കോടതി MG റോഡ് സർക്കുലർ, കടവന്ത്ര KP വള്ളം റോഡ് സർക്കുലർ, കാക്കനാട് വാട്ടർ മെട്രോ, ഇൻഫോ പാർക്ക്, കിൻഫ പാർക്ക് കളക്ടറേറ്റ് എന്നീ റൂട്ടുകളിലാണ് തുടക്കത്തിൽ സർവീസ്. കൊച്ചി മെട്രോ സ്റ്റേഷനിലേക്കുള്ള ഫസ്റ്റ് മൈൽ, ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനെയാണ് 15 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങി കൊച്ചി മെട്രോ സർവീസ് നടത്തുന്നത്. സുഖകരമായ യാത്രയ്ക്ക് കൊച്ചി മെട്രോയിൽ ഇതിന് സമാനമായ പരിസ്ഥിതിക്കിണങ്ങുന്ന സൗകര്യങ്ങളോടെയാണ് ഈ ബസ്സുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. 33 സീറ്റാണ് ബസ്സിലുള്ളത്. മുട്ടം, കലൂർ, വൈറ്റില, ആലുവ എന്നിവിടങ്ങളിലാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ. ഡിജിറ്റൽ പേയ്മെന്റ് വഴിയാണ് ടിക്കറ്റിംഗ്. ക്യാഷ് ട്രാൻസാക്ഷനും ഉണ്ട്. അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് കൈമാറാനുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ മകൾ ആശ ലോറൻസ് സുപ്രീം കോടതിയിൽ. MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് കൈമാറുക എന്നത് രാഷ്ട്രീയ തീരുമാനമാണെന്ന് ആശ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. CPMന് എതിർകക്ഷിയാക്കിയാണ് ഹർജി നൽകിയിട്ടുള്ളത്. പിതാവിന്റെ മൃതദേഹം മതപരമായ ചടങ്ങുകളോടെ നടത്തണമെന്നാണ് ആശ ലോറൻസിന്റെ ആവശ്യം. 2024 സെപ്റ്റംബർ 21-നാണ് CPM മുതിർന്ന നേതാവ് MM ലോറൻസ് അന്തരിച്ചത്. ഇതിന് പിന്നാലെ മകൻ ML സജീവന്റെ തീരുമാനപ്രകാരം പിതാവിന്റെ മൃതദേഹം പഠനത്തിന് കൈമാറാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ തീരുമാനത്തെ എതിർത്ത് ആശ ലോറൻസ് പിതാവിന്റെ ആഗ്രഹം പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കണമെന്നാണെന്നും മതപരമായ ചടങ്ങുകളോടെ സംസ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്തെത്തി. തുടർന്ന് മൃതദേഹം പൊതുദർശനത്തിന് വെച്ച് എറണാകുളം ടൗൺ ഹാളിലെത്തിയ ആശ ലോറൻസ് പരസ്യമായി എതിർപ്പുയർത്തുകയും ചെയ്തു. ഇത് ആശയും CPM പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റത്തിനും കയ്യാങ്കളിയിലുമാണ് കലാശിച്ചത്. ഇതിന് പിന്നാലെ ആശ ലോറൻസ് മെഡിക്കൽ പഠനത്തിന് കൈമാറാനുള്ള തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കോടതി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് മെഡിക്കൽ പഠനത്തിന് കൈമാറുന്നത് താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി മൃതദേഹം മെഡിക്കൽ മോർച്ചറിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു. ഇതുപ്രകാരം കൊച്ചി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. വെള്ളപ്പൊക്കത്തിന് പുറമെ മത്സ്യത്തൊഴിലാളികളുടെയും ചെമ്മീൻകെട്ട് നടത്തിപ്പുകാരുടെയും ദുരിതം രൂക്ഷമാക്കി പായൽ ശല്യമേറി. വെള്ളത്തിലെ ഉപ്പിന്റെ അംശം വർദ്ധിച്ചതിനെ തുടർന്ന് ചീഞ്ഞു താഴ്ന്നു തുടങ്ങിയ പായലാണ് വെള്ളപ്പൊക്കത്തിനൊപ്പം വൻതോതിൽ തോടുകളിലേക്കും കെട്ടുകളിലേക്കും എത്തുന്നത്. ഇതുമൂലം വല നീട്ടാൻ കഴിയാത്ത സാഹചര്യമാണെന്നും തൊഴിലാളികൾ പറയുന്നു. വേലിയേറ്റ ജലനിരപ്പ് ഉയർന്നതോടെ തന്നെ പലർക്കും മീൻ പിടിക്കാൻ ഇറങ്ങാനാവുന്നില്ല. ഇതിന് പിന്നാലെയാണ് ചീഞ്ഞ പായലും വ്യാപകമായത്. ചെമ്മീൻകെട്ടുകളിലെ വലകളിലും അല്പസമയം കൊണ്ട് പായൽ നിറയുന്നു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് മത്സ്യസമ്പത്ത് ഒഴുകി നഷ്ടമായ
ക്ഷേത്രങ്ങൾക്ക് ഇത് കൂടുതൽ തിരിച്ചടിയാകുമെന്ന് കെട്ട് നടത്തിപ്പുകാർ പറയുന്നു. ജലനിരപ്പ് ഉയർന്നതോടെ പല ചെമ്മീൻ കെട്ടുകളും കര കവിഞ്ഞൊഴുകുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് ചെമ്മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച കെട്ട് നടത്തിപ്പുകാരിൽ പലർക്കും അവ മൊത്തത്തിൽ നഷ്ടമായി. കൂടാതെ വെള്ളപ്പൊക്കം മറയാക്കി ഫാക്ടറികൾ പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. പല വ്യവസായ സ്ഥാപനങ്ങളും പലപ്പോഴും അനുവർത്തിക്കുന്ന രീതിയാണിത്. വെള്ളം കൂടുതലുള്ളപ്പോൾ മാലിന്യ സാന്നിധ്യം മൂലമുള്ള നിറഗന്ധ വ്യത്യാസങ്ങൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല. അതേസമയം രാസവസ്തു മാലിന്യം മത്സ്യസമ്പത്തിനെ ബാധിക്കുകയും ചെയ്യും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.